നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മൻസൂർ കോയ തങ്ങൾ സ്ഥാനം രാജിവെച്ചു. തിങ്കളാഴ്ച ബ്ലോക്ക് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകി. പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. അതേസമയം കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിനെ പ്രസിഡന്റാക്കാനാണ് സ്ഥാനം രാജിവെച്ചത് എന്നാണ് അറിയുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവായ ഊരകത്ത് നിന്ന് തന്നെയുള്ള പാണ്ടിക്കടവത്ത് അബു ത്വാഹിർ പ്രസിഡന്റാകുമെന്നാണ് അറിയുന്നത്. പകരം മൻസൂർ കോയ തങ്ങൾക്ക് സർക്കാർ ബോഡിയിൽ സ്ഥാനം നൽകും. ഊരകം കുറ്റാളൂർ ഡിവിഷനിൽ നിന്നാണ് മൻസൂർ കോയ തങ്ങൾ വിജയിച്ചത്. നേരത്തെ ഊരകം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മുതിർന്ന നേതാവാണെങ്കിലും അപ്രതീക്ഷിതമായാണ് മൻസൂർ കോയ തങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു കെ അബു ത്വാഹിർ, തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറിയും മുൻ എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റുമായ ടി സുബൈർ തങ്ങൾ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുണ്ടായിരുന്നത്. വേങ്ങരയിലെ ലീഗ് നേതൃത്വം അബു ത്വാഹിറിനും തിരൂരങ്ങാടിയിലെ ലീഗ് നേതൃത്വം സുബൈർ തങ്ങളുടെയും പേര് നിർദ്ദേശിച്ചു. വേങ്ങരയിലെ ഒരു വിഭാഗം ലീഗ് നേതാക്കൾക്കും അബു ത്വാഹിറിനെ പ്രസിഡന്റാക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത്. ഇവരുടെ പിന്തുണയും സുബൈർ തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് അറിയുന്നത്. തിരൂരങ്ങാടിയിലെ തെന്നല, എടരിക്കോട് പഞ്ചായത്തുകളും വേങ്ങരയിലെ AR നഗർ, കണ്ണമംഗലം, വേങ്ങര, ഊരകം, പറപ്പൂർ പഞ്ചായത്തുകളും ചേർന്നതാണ് വേങ്ങര ബ്ലോക്ക്. രണ്ടുപേർക്കും വേണ്ടി ലീഗിലെ നേതാക്കൾ ആവശ്യമുന്നയിച്ചതോടെ രണ്ടുപേർക്കും 2.5 വർഷം വീതം നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ വീതം വെക്കുന്നതിൽ അസംതൃപ്തിയുണ്ടായിരുന്ന സുബൈർ തങ്ങളെ അനുകൂലിക്കുന്ന വിഭാഗം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വേങ്ങരയിൽ വ്യാപകമായി പോസ്റ്റർ പതിച്ചു എന്നാണ് ആരോപണം. ബന്ധുവിനെ പ്രസിഡന്റാക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രമം എന്ന നിലയിലാണ് പോസ്റ്റർ പതിച്ചത്. ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാക്കുകയും ചെയ്തു. ഇതിൽ ശുഭിതനായ കുഞ്ഞാലിക്കുട്ടി രണ്ടുപേരെയും പ്രസിഡന്റാക്കാതെ മൻസൂർ കോയ തങ്ങളെ പ്രസിഡന്റാക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ആവശ്യപ്പെടുമ്പോൾ രാജിവെക്കണമെന്ന ഉപാധിയോടെയാണ് പ്രസിഡന്റ് സ്ഥാനം നൽകിയത് എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ മാസം രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും മറ്റൊരു സ്ഥാനം ഉറപ്പു നൽകിയാലേ രാജിവെക്കൂ എന്ന് തങ്ങൾ അറിയിക്കുകയായിരുന്നത്രേ. ഇപ്പോൾ ഉറപ്പ് ലഭിച്ചപ്പോഴാണ് രാജിവെച്ചത് എന്നാണ് അറിയുന്നത്. അതേസമയം പാർട്ടി ആവശ്യപ്പെട്ടതുകൊണ്ട് രാജിവെച്ചതാണെന്ന് മൻസൂർ കോയ തങ്ങൾ പറഞ്ഞു. മറ്റെന്തെങ്കിലും സ്ഥാനം ഓഫർ ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും സാധ്യത ഉണ്ട് എന്നായിരുന്നു മറുപടി. പ്രതിപക്ഷമില്ലാത്ത വേങ്ങര ബ്ലോക്കിൽ 18 അംഗങ്ങളാണുള്ളത്. അതിൽ കോൺഗ്രസ് 5 അംഗങ്ങളുമാണുള്ളത്. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അബു ത്വാഹിർ. യുവാക്കൾക്കിടയിലും നാട്ടുകാർക്കിടയിലും വലിയ അംഗീകാരമുള്ള ജനപ്രതിനിധിയാണ്. മുൻപ് ഊരകം പഞ്ചായത്ത് മെമ്പറായിരുന്നു. സ്വന്തം ചെലവിൽ വാർഡ് അംഗങ്ങൾക്ക് ടൂർ, പെരുന്നാളിന് ജനകീയ സംഗമം, എല്ലാ വിദ്യാർത്ഥികൾക്കും നോട്ട്ബുക്ക് തുടങ്ങി വലിയ ചിലവേറിയ പദ്ധതികൾ സ്വന്തം ചിലവിൽ നടത്തിയിരുന്നു. അബു ത്വാഹിർ പ്രസിഡന്റാകുന്നതോടെ വേങ്ങര ബ്ലോക്കിലും പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചേക്കും. അതേസമയം പുതിയ പ്രസിഡന്റ് ആരെന്നത് സംബന്ധിച്ച് തീരുമാനം ആയിട്ടില്ലെന്നും ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കുകയെന്നും ലീഗ് നേതൃത്വം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman. 0494 2462 916. Mobile 9037 917 916.